ഹായ് ഓൾ. ഇന്റർവെൽ ക്ലാസ് റൂം ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ഈ വർഷത്തെ ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ എക്സാമും അതുപോലെ ഇക്കഴിഞ്ഞ ടേം എക്സാമും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഹിന്ദിയിൽ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെനാറിയോ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് മൊഡ്യൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. SCRT-യിലായിക്കോട്ടെ NCRT-യിലായിക്കോട്ടെ രണ്ടിലും മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോർമാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് പോസ്റ്റർ, ടിപ്പണി, പത്രലേഖൻ തുടങ്ങിയിട്ടുള്ള ക്രിയേറ്റീവ് റൈറ്റിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് കറക്റ്റായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഫോളോ ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്കതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഫോർമാറ്റ് മൊഡ്യൂള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റ് ഏതെടുത്താലും വളരെ ടഫായിട്ടുള്ള ഒരു ഭാഗമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഹിന്ദിയിലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ ഗ്രാമർ മൊഡ്യൂള് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വർക്ക്ഷീറ്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമറിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടിക്ക് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാനും അതുപോലെ എക്സാംസിന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. NCRT-യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഔട്ട് ഓഫ് സിലബസിൽ നിന്നും കുറച്ച് പാരഗ്രാഫ്സോ അല്ലെങ്കിൽ പോയംസോ തന്നിട്ട് അതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് നമ്മൾ അപഠിത് ഗദ്യാംശ് അല്ലെങ്കിൽ അപഠിത് പദ്യാംശ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് വേണം ഇതിന് നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മൊഡ്യൂൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് മൊഡ്യൂൾസ്, ഗ്രാമർ മൊഡ്യൂൾസ്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരുന്ന പാസേജിനുള്ള മൊഡ്യൂൾസിന് ഒക്കെ പുറമെ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഷോർട്ട് നോട്ട്സും ക്വിക്ക് നോട്ട്സും ഒക്കെ ഈ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രാഷ് കോഴ്സ് പഠിക്കുന്നതിലൂടെ എക്സാമിന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി എന്ന പേടി സ്വപ്നം ഒഴിവാക്കൂ, ഹിന്ദിയിൽ സ്റ്റാർ ആകൂ.